നിങ്ങൾക്ക് എൻ്റെ അനുഭവത്തിലൂടെ സൂക്ഷിക്കാൻ ഒരുപാടുണ്ട്. ചിലപ്പോൾ മാനസികമാണെങ്കിലും ചിലത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളോട് അകലം പാലിക്കുക, ഇങ്ങനെ തുടങ്ങി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ഇതിനെ വിശദമാക്കി തരികയാണ്. നിങ്ങൾ ചതിക്കപ്പെടുകയാണോ എന്നതിനെക്കുറിച്ച്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളൊരു പങ്കാളി ചതിക്കുകയാണോ എന്ന് തിരിച്ചറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകി നിങ്ങളെ പറ്റിക്കുകയാണോ, ചതിക്കുകയാണോ, വഞ്ചിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങൾ മനഃശാസ്ത്രപരമായി പങ്കുവെക്കുകയും ഞാൻ അനുഭവിച്ച ചില കഥകൾ ഇതുമായി ചേർത്ത് പറയുകയും ചെയ്യുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമുക്ക് അതിനെ ഓരോന്നായി വിശദീകരിച്ച് നോക്കാം. ആദ്യമായി പറയാനുള്ളത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ്. കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പരസ്പര സ്നേഹത്തിലായിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബന്ധം പുതുക്കുകയും എപ്പോഴും സംസാരിക്കുകയും എപ്പോഴും സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യും. എന്നാൽ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പുകൾ വരാൻ തുടങ്ങും. തുടക്കത്തിൽ ചെറിയ ഗ്യാപ്പുകളായും പിന്നീട് ആ ഗ്യാപ്പ് വലുതാകുന്നതായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. അന്ന് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് വൈകിപ്പോയി എന്നതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അമളി. അടുത്ത ഒരു പോയിന്റ് പറയാം. ഫോൺ കൈകാര്യം ചെയ്യുന്നതിലെ രഹസ്യാത്മകത. മുമ്പ് അവരുടെ ഫോൺ നിങ്ങളും നിങ്ങളുടെ ഫോൺ അവരും വളരെ ആയാസത്തോടെ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ റെസ്ട്രിക്ഷനും ഒന്നുമില്ലാതെ ഉപയോഗിച്ചിരുന്നു എങ്കിൽ നിങ്ങളുമായി വേർപിരിയാൻ അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരു ബന്ധമുണ്ട് എങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ച് കുറയുകയും ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡുകൾ മാറ്റുകയും അതുപോലെ തന്നെ നിങ്ങൾ ഫോണ് പരിശോധിക്കുമ്പോൾ എന്നെ സംശയമാണോ എന്നുള്ള രൂപത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ മാനസികമായി തളർത്തിക്കൊണ്ട് അവരുടെ കാര്യം സാധിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരു പക്ഷേ കണ്ടേക്കാം. മറ്റൊരു കാര്യം, മൂന്നാമത് ഒരു കാര്യം, മുൻഗണനകളിലെ മാറ്റം എന്നതാണ്. അതായത് മുമ്പ് നിങ്ങളായിരുന്നു അവർക്ക് എല്ലാം, നിങ്ങളുടെ ഫോൺ കോളുകളായിരുന്നു അവർക്കെല്ലാം, നിങ്ങളുടെ സംസാരങ്ങളായിരുന്നു അവർക്കെല്ലാം, നിങ്ങളുടെ മെസ്സേജുകളായിരുന്നു അവർക്കെല്ലാം. നിങ്ങൾ തന്നെയായിരുന്നു എന്ത് കാര്യത്തിലും എപ്പോഴും എവിടെയും അവർക്ക് മുൻഗണന എങ്കിൽ ആ മുൻഗണനകളിൽ നിന്ന് അവർ പിന്നോക്കം പോകും. ക്രമേണ നിങ്ങളോടുള്ള സംസാരത്തിനായാലും മറ്റു കാര്യങ്ങളിലായാലും ഗ്യാപ്പ് വർദ്ധിക്കുക എന്നതാണ് ഇതിൽ പറയാനുള്ളത്. അതായത് നിങ്ങളോട് സംസാരിക്കുന്നതിൽ കുറവ് വരുന്നു, മെസ്സേജ് അയക്കുന്നതിൽ കുറവ് വരുന്നു. ഇനി മെസ്സേജ് അയച്ചാൽ തന്നെ ഒരുപാട് വൈകി റീപ്ലൈ തരുന്നു. അതുപോലെ തന്നെ റീപ്ലൈ തരുന്നത് വളരെ ചുരുങ്ങുന്നു. മുമ്പ് മണിക്കൂറുകൾ സംസാരിച്ചവർ മിനിറ്റുകളിലേക്കും സെക്കൻഡുകളിലേക്കും സംസാരങ്ങളും മെസ്സേജുകളും ചുരുങ്ങുന്നു. ഇതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. നാലാമതൊരു പോയിന്റ് പറയുകയാണെങ്കിൽ പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ. പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, നിങ്ങളെ ബ്ലെയിം ചെയ്യുക, നിങ്ങളെ ഒരു പ്രതിയാക്കുക, നിങ്ങളിൽ ഒരു സംശയരോഗിയെ അവർ കണ്ടെത്തുക, നിങ്ങളിൽ ഒരു കുറ്റക്കാരനെ കണ്ടെത്തുക. ഇങ്ങനെ അവരുടെ പെരുമാറ്റങ്ങളിൽ പ്രത്യേകമായി പ്രകടമായ മാറ്റങ്ങൾ കണ്ടുവരിക എന്നത് ഇതിൻ്റെ നാലാമത്തെ ഒരു പോയിൻ്റായി നമുക്ക് പരിഗണിക്കാം. അഞ്ചാമത്തെ ഒരു കാര്യം, നുണകൾ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ട് പോകുന്ന ആൾ ഒരു പക്ഷേ തീരെ പറയാതെ പോവുകയോ ഇനി നിങ്ങൾ ചോദിച്ചാൽ ഒരു പക്ഷേ അതിന് വ്യക്തമല്ലാത്ത മറുപടികൾ പറയുക. ഇനി അവർ പോയ സ്ഥലം നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ സ്ഥലം നുണയായി പറയുക. ഇങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങളും ഇതിൽ നിങ്ങൾക്ക് അനുഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ 5 പ്രധാന കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇനി ഇതിൽ പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്.
തീർച്ചയായും ഈ കാര്യങ്ങളെ കൊണ്ട് ഒരാൾ നിങ്ങളെ ചതിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങളെ പാർട്ട്ണർ, ഭാര്യ അല്ലെങ്കിൽ പങ്കാളി നിങ്ങളെ ചതിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ച് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന ഘട്ടങ്ങളിൽ, മെൻ്റലി ഹെൽത്തിന് ചില എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വരുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും മനഃശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ തെളിയിക്കപ്പെട്ട 5 പോയിൻറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രധാന പോയിൻറ്റുകളുമാണ് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്തത്. കാരണം ഇതിനു മുമ്പ് ഞാനൊരു വിവാഹം കഴിക്കുകയും ആ വിവാഹം അകാരണമായി ഡിവോഴ്സ് ആകുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും ഈ വിഷയങ്ങളെക്കുറിച്ച് അന്ന് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പത്തികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. സാമ്പത്തികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, മാനസികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. തുടക്ക സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും മാനസിക അസ്വസ്ഥതകളായിരിക്കാം, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ എന്തെങ്കിലും പ്രയാസങ്ങളായിരിക്കും എന്നാണ് കരുതിയത്. അങ്ങനെ അതിനു വേണ്ടിയുള്ള പല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയും എന്നാൽ അതൊന്നും വിചാരിച്ചതുപോലെ ഫലിക്കാതെ വരികയും ചെയ്തപ്പോൾ അവസാനം ഞാൻ എൻ്റെ വീട്ടുകാരെ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരെ കൊണ്ടും വിശദമായി സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് ഇത്രയും ഞാൻ അനുഭവിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇത്രയും അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നത് ആ വ്യക്തി എന്നെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ഈ പോയിൻ്റുകൾ ഞാൻ കാണാനിടയാകുന്നതും. ഈ പോയിൻ്റുകൾ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ, ഇനി ഇത്തരം ഒരാൾക്കും സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധത മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് തിരിച്ചും ഉണ്ടാകാമല്ലോ. ഒരാൾ നമ്മെ ഒഴിവാക്കുന്നത്, തീർച്ചയായും ഒരു ആൺ സുഹൃത്ത് നമ്മെ ഒഴിവാക്കുന്നതും ഉണ്ടാകും, ഒരു പെൺസുഹൃത്ത് അല്ലെങ്കിൽ ഒരു ആൺ പങ്കാളി നമ്മെ ഒഴിവാക്കാം, പെൺപങ്കാളി നമ്മെ ഒഴിവാക്കാം. തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 2 രൂപത്തിലും നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ അവർക്ക് മനഃശാസ്ത്രപരമായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക, തുറന്നു സംസാരിക്കുക. തീർച്ചയായും തുറന്ന സംസാരങ്ങളാണ് ഇതിന് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ നിങ്ങൾക്കൊരു വ്യക്തത വരുന്നില്ല എങ്കിൽ തീർച്ചയായും മനഃശാസ്ത്രപരമായ സഹായങ്ങൾ തേടുക, അതിൻ്റെ വിദഗ്ധരെ കാണുക, അവർ മുഖേന കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ടും ഇതിൽ വ്യക്തത വരുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ നിങ്ങൾ ചതിക്കപ്പെടുകയാണ്, നിങ്ങൾ ഇതിൻ്റെ ബലിയാടാവുകയാണ് എന്ന്. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നമ്മൾ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതിന് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഈ വീഡിയോ ഞാൻ ചെയ്തത്. കൂടുതലായി ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഒരു മുന്നറിയിപ്പിന് വേണ്ടി അല്ലെങ്കിൽ അറിവിന് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.